ഹലോ, ഗുഡ് മോർണിംഗ്. റീഷ്മയാണ് കേട്ടോ. രാവിലെ തന്നെ ചക്കച്ചോട്ടിൽ എന്താ കാര്യം എന്നല്ലേ, ഇന്ന് വീട്ടിൽ ഇടിഞ്ചക്കത്തോരൻ വെച്ചേക്കാന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോന്നു ചക്കച്ചോട്ടിലോട്ട്. അതിൽ നമുക്ക് പറ്റുന്ന ഒത്തിരി വലുപ്പമുള്ളതും ആവാൻ പാടില്ല, എന്നാൽ തീരെ പിഞ്ചും ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ചക്ക ഏകദേശം ഉള്ളത് നോക്കി പറിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. ഇതാണ് നമ്മുടെ ചക്ക കേട്ടോ. ഒത്തിരി വലുതുമല്ല, എന്നാൽ തീരെ പിഞ്ചുമല്ല. നമ്മുടെ ഒരു ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്ര വലുപ്പമുള്ള ഒരു ചക്ക എടുത്താൽ മതി. ഈ ചക്ക വെച്ചിട്ട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിലുള്ള ഏകദേശം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചക്കത്തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾ മമ്മിയാണ് കേട്ടോ. മമ്മിയാണ് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇത് കണ്ടോ, അതിൻ്റെ വലുപ്പം കണ്ടോ, ഉള്ളു കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒത്തിരി മൂത്തിട്ടും ഇല്ല, എന്നാൽ തീരെ പിഞ്ചുമല്ല അങ്ങനെ. അപ്പോൾ അധികം വൃത്തിയുള്ള പാത്രം നിങ്ങൾ എടുക്കണ്ട, കാരണം അതിൻ്റെ അരക്ക് ആ ഒരു മുണങ്ങി പശപശ പോലെ ഉണ്ടാകുന്ന സാധനം ഉള്ളത് കൊണ്ട് വീട്ടിലെ നല്ല പാത്രമൊന്നും എടുക്കണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കട്ട് ചെയ്ത് ഇത് എടുക്കുക. അതിൻ്റെ ഈ ഫ്രണ്ടിലെ വശവും ആ മുള്ളുള്ള ഭാഗവും ഇല്ലേ, അതും രണ്ടും വേണം കട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് കേട്ടോ. ഇടുക എന്ന് പറഞ്ഞാൽ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്, വെള്ളത്തിലോട്ടാണ് ഇട്ട് വയ്ക്കേണ്ടത്. കാരണം ഇതിൻ്റെ അരക്ക് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ ചക്കേനെയും മുറിച്ചിട്ട് നേരെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാം. നമ്മൾ ആ വെള്ളത്തിലിടുന്ന പാത്രത്തിലും ഈ പറയുന്ന വലിയ വൃത്തി വേണ്ട കേട്ടോ. കാരണം വൃത്തി എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല, അതിൻ്റെ അരക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് വൃത്തിയിൽ പോയിട്ടില്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ കറുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല പാത്രം തന്നെ വേണം, പക്ഷേ ഒത്തിരി ഭംഗിയുള്ള പാത്രം വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും മുറിച്ചെടുത്ത ചക്കേനെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. കഴുകി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് അങ്ങനെ കഴുകിയെടുക്കണം. ആ പാത്രത്തിലിട്ട് വെള്ളം കളഞ്ഞെടുത്താൽ പോരാ, വേറൊരു പാത്രത്തിലിട്ട് പിന്നെ തിരിച്ച് പാത്രത്തിലൊഴിച്ച് അങ്ങനെ വേണം കഴുകിയെടുത്തെടുക്കാൻ. പിന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം വേണ്ട, ഞാൻ വെള്ളം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും മതി വെള്ളം കേട്ടോ. എന്നിട്ട് ഇത് ഗ്യാസിൽ വെച്ച് കത്തിച്ച് ചക്ക വേവുവോളം ആക്കിയെടുക്കുക. ഇത് നമ്മുടെ വെന്ത് കിട്ടിയ ചക്കയാണ് കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്, ചക്ക ആയിട്ടുമുണ്ട്. ഒരു സ്പൂൺ എടുത്ത് കുത്തി നോക്കുക. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നോക്കൂലേ വെന്തോന്ന് അറിയാനായിട്ട്. അപ്പോൾ അത് കയ്യിലിട്ട് നമ്മളൊന്ന് നേരിട്ട് നോക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചക്കേനെ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കേൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്ത ചക്കേനെ ഇത്രയും ചെയ്തതിന് ശേഷം അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ അരപ്പാണ്. അതിന് വേണ്ടത് അരമുറി തേങ്ങ, പിന്നെ കാന്താരി മുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരു പിടുത്തം ചെറിയുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ഒതുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം ചീനച്ചട്ടി ചൂടാക്കി എണ്ണയൊടിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന രീതി അറിയാലോ, ആ രീതിയിൽ അങ്ങോട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് ഏകദേശം ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങേൻ്റെ അരപ്പില്ലേ, ആ അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകാനായിട്ടാണ്. അപ്പോൾ അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും ഈ സംഭവം അരപ്പ് ഏകദേശം റെഡിയാവും. പിന്നെ നമുക്ക് അതിൻ്റെ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പം സിമ്മിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് അതും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ്, കാരണം ഓൾറെഡി ചക്കയൊക്കെ വെന്തതായതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അതും ഇങ്ങനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കുക ആവശ്യത്തിന് വേണമെങ്കിൽ. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുരുമുളക് പൊടി ഒന്ന് വെതറി കൊടുത്തേക്കുക. കറി റെഡി ആയി കഴിഞ്ഞു. ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇതിലൊരു യെല്ലോ കളറാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഈ ഒരു കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും ബൈ.